മുഖ്യമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രി കൈമാറുന്നു പറഞ്ഞ വിഷയങ്ങളൊക്കെ പറയും. മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടാണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, കുറച്ചുകൂടി സമയമെടുക്കും. ഇതെന്ന് തീരുന്ന അറിയില്ല. മിനിമം 1 വീക്ക്. കാരണം ഇൻഫർമേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കണോ വിശ്വസിക്കുന്നുണ്ടോ? ഈ ചങ്ങാതി പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമില്ലല്ലോ. ദിസ് ഇസ് എ ഓപ്പൺ ബുക്ക്. ഇതിന് വേണ്ടത് എൻക്വയറിയാണ്, അന്വേഷണമാണ്. അത് സത്യസന്ധരായ ഓഫീസർമാർ സ്പെഷ്യൽ ടീമുണ്ടാക്കി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ വേണം അന്വേഷണം നടത്താൻ. ഞാനീ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും എതിരെ ഇനിയും വേറെ ആൾക്കാർ ഇതിൽ വരാനുണ്ട്. ഇനിയും ഇതിൽ ആളുകൾ വരാനുണ്ട്. ഈ ഗവൺമെന്റിനെ കുളം തോണ്ടിക്കാൻ എത്ര ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നത് 3-5 ദിവസമായില്ലേ എന്തേത് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത്? ഈ പിണറായി അങ്ങനെ മാന്തി തിന്നിരുന്ന പ്രതിപക്ഷം എവിടെ? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു തെളിവ്, അല്ലെങ്കിൽ ഒരു വാർത്ത, ഒരു ഫോൺ കോള് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വിട്ടിട്ട് എവിടെ പ്രതിപക്ഷം? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇല്ലാത്തത്? അവരെ ഉള്ളിലൂടെ സഹായിക്കുന്നവന്റെ നെഞ്ചത്തേക്കാ ഇത് പോണത്. ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കാളും ശക്തമാണ് അജിത് കുമാർ, MR അജിത് കുമാറും ടീമും. അവരാണ് ഈ ഗവൺമെന്റ് നശിപ്പിച്ചത്. അവരാണ് ഈ പാർട്ടി നശിപ്പിക്കാൻ നോക്കുന്നത്. പല സ്ഥലങ്ങളിലും പല കേസുകളിലും ഇതിലെ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി പാർട്ടിക്ക് ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവല്ലേ പ്രവർത്തിക്കാൻ? എന്താ അരീക്കോട് പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കൂ പാർട്ടി പ്രവർത്തകരോട് അവരുടെ മാനസികാവസ്ഥ. എന്തിനു വേണ്ടിയാ 10-18 ദിവസം അവർ ജയിലിൽ കിടന്നത്? ഈ ഗവൺമെന്റിന്റെ പ്രധാനമായ ഒരു പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. ആ സദസ്സ് കലക്കാൻ വന്നവനെ പിടിച്ചു മാറ്റിയതിന് കളവ് കേസിൽ പ്രതിയാക്കി. നിങ്ങൾ FIR ഒക്കെ ഒന്ന് വായിക്കണം, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു. എങ്ങനെ? എന്താ ഇരുമ്പ് റിങ്? മോതിരത്തിന് ഈ പറയുന്ന ശശിധരന്റെ പോലീസ് ഇട്ടിരിക്കുന്നത് ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു എന്നാ. പിന്നെ അതിൽ വിചിത്രമായൊരു സംഗതി ഉണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു FIR പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വാദിയും സുഹൃത്തും. റിമാൻഡ് FIR നോക്കിയ സുഹൃത്ത് പേര് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തതിലും വാദിയും സുഹൃത്തും. ആരെ സുഹൃത്ത്? ആരും ആവാം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് പിണറായിക്ക് എതിരാൻ പറ്റുന്ന ഒരാളെ ഒന്നാണ് കൊണ്ടുവരുത്തും. ഇതാണ് ആ സുഹൃത്ത് എന്ന് പറയും. കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെടുത്ത് വായിക്കാൻ, എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല. FIR എടുത്ത് വായിക്ക്, റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിക്ക്. പ്രതികളെ അവർ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് അവരെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ പോലീസ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഈ പറയുന്ന എന്ത് കാരണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിമാൻഡ് റിപ്പോർട്ട്. അതിലാണ് ഈ പറയുന്നത്. റിങ് കൊണ്ട് ഇടിച്ചു, അങ്ങോട്ടാക്കി ഇങ്ങോട്ട്, അതൊക്കെ പോട്ടെ. ഈ പറയുന്ന എന്തോ ഒരു പേര് പറയുന്നുണ്ട് അവൻ്റെ, ഈ യൂട്യൂബർ, അവനും സുഹൃത്തുനിന്ന്. സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ ഈ കുട്ടികൾ സറണ്ടർ ആവുന്നത്. അപ്പോഴും സുഹൃത്തിൻ്റെ പേരറിയില്ല. എന്താ കാരണം? ഒരാളെ കിട്ടിയിട്ടില്ലത് പറയാൻ. അപ്പോൾ MR അജിത് കുമാർ ആളുണ്ടാക്കി കൊടുക്കും. അവന് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നും കൂടി എക്സാജറേറ്റ് ചെയ്ത് കോടതിയിൽ പറയാൻ പറ്റുന്ന ഒരു സാക്ഷിയെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാത്തിരിക്കുക ഈ പോലീസ്.